അരുൺ, ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ റജി അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നു. പഴയ പോയിന്റ്സ് എടുത്തു വെച്ച് ചർച്ച ചെയ്താൽ ഇപ്പോൾ സർക്കാർ ഭരിക്കുന്ന നിങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാവില്ല. ഒന്ന്. രണ്ട്, കുടിശ്ശിക ആ കാലത്തുണ്ടായിരുന്നു. അതിന് കൃത്യമായ കാരണം ആ സർക്കാർ പറയുന്നു. കേന്ദ്രം വരുത്തിയിട്ടുള്ള വലിയ ധനപ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ആ സർക്കാരിൻ്റെ അവസാന കാലമായപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ കുടിശ്ശികകൾ കൊടുത്തു തീർത്തു. ശമ്പള കമ്മീഷനെ വെച്ചു. UDF സർക്കാർ എന്താ ചെയ്യുന്നത്? ശമ്പള കമ്മീഷൻ തന്നെ ഇനി ഇല്ലാതാകാൻ പോകുന്നു 10 വർഷത്തിനപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ. പെൻഷൻ സ്കീമിൻ്റെ കാര്യത്തിൽ അഷ്വേർഡ് പെൻഷൻ സ്കീം ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അതും നിങ്ങൾ റദ്ദ് ചെയ്യാൻ പോകുന്നു. നോക്കൂ അരുൺകുമാർ, പകരം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കണ്ടത് ലീവ് സറണ്ടർ പൂർണ്ണമായും പുതിയ ഉത്തരവ് പ്രകാരം വെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ ആരംഭിച്ചു. പ്രധാന അധ്യാപകരെ അടക്കം സ്ഥലം മാറ്റുന്നു. ഈ ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ഓൺലൈനിലൂടെ സുതാര്യമായി കഴിഞ്ഞൊരു 10 വർഷക്കാലമായി കേരളം കണ്ടു ശീലിച്ച അഴിമതിയും പണപ്പിരിവും പൂർണ്ണമായും മാറ്റി നിർത്തപ്പെട്ട ഈ സ്ഥലം മാറ്റങ്ങളിലെ, അത് ആരോഗ്യരംഗത്താകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, മറ്റേത് സർക്കാർ രംഗത്താകട്ടെ ഉണ്ടായിരുന്ന ആ ഓൺലൈൻ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് പൂർണ്ണമായും അട്ടിമറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഴിമതിയുടെ പണപ്പിരിവിൻ്റെ ചാകരക്കാലം കേരളത്തിൽ വരാൻ പോവുകയാണോ? വാർത്തകൾ വരികയാണ്. ഈ കേവലം 3 ആഴ്ച കൊണ്ട് വന്ന കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അരുൺ, യെസ്, ഇപ്പോൾ അങ്ങ് ചോദിച്ചല്ലോ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന അതേ വാചകം ഇപ്പോൾ ആവർത്തിക്കുന്നു. പഴയ CD തന്നെ എടുത്തുകൊണ്ടാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോവിഡിൻ്റെ ഏറ്റവും ദുരന്ത കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഏറ്റവും ഉജ്ജ്വലമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അതിനുശേഷം നമുക്കറിയാം കേന്ദ്ര അവഗണനയ്ക്കിടയിലും ആ ശമ്പള പരിഷ്കരണം കൃത്യമായി നടപ്പാക്കി മുന്നോട്ട് പോയി. പിന്നീട് ഇപ്പോൾ ഈ അവസാന കാലത്ത് ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി പ്രത്യേക കമ്മീഷനെ വെച്ചു. അതിൻ്റെ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് അത് നടപ്പാക്കാനുള്ള എല്ലാ ഇടപെടലും നടത്തിയിട്ടാണ് പോയേ. ഇപ്പോൾ എന്താ UDF തീരുമാനിച്ച്? UDFിൻ്റെ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ശമ്പള പരിഷ്കരണം 10 കൊല്ലം കൂടുമ്പോൾ മതി എന്നാണ്. അതായത് കോവിഡ് കാലത്ത് 2021 ആദ്യഘട്ടത്തിൽ LDF സർക്കാർ വലിയ ശമ്പള വർധനവ് നടത്തിയ സാഹചര്യത്തിൽ 10 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാൽ പിന്നെ 2031 മതിയെന്നാണ് UDF പറയണേ. LDF എന്ത് പറഞ്ഞാൽ പോയേ? അതിനുവേണ്ടി കമ്മീഷനെ വച്ച് അത് 3 മാസത്തിനുള്ളിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും DA കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തും ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ജീവനക്കാരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിച്ചിട്ടാണ് LDF ഗവൺമെന്റ് പോയത്. അന്നൊക്കെ നമ്മൾ കേട്ടൊരു വാചകം ഉണ്ടല്ലോ, ഏത്? ഒരു കടവും എടുക്കണ്ട, കടമെടുക്കാതെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. എന്നിട്ട് എന്ത് പറ്റി? ഇപ്പോൾ കടമെടുക്കുന്ന മാന്ത്രിക വിദ്യ എവിടെ പോയി? ഇപ്പോൾ ആദ്യം 1800 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു, ഇപ്പോൾ 6000 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നമ്മൾ കാണുകയല്ലേ. എന്താണ് പറഞ്ഞത്, എന്താണ് പ്രവൃത്തിയിൽ എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇത് മാത്രമാണോ? ഇപ്പോൾ അങ്ങോട്ട് പോയേ എന്താ പറഞ്ഞേ? PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞില്ലേ, അത് ഘടകവിരുദ്ധമായി ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ അതിനെ എതിർത്തില്ല. ആ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വാക്ക് സംസാരിച്ചിട്ടില്ല. മന്ത്രിസഭ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം പോട്ടെ, 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം ഞാൻ പരിഹരിക്കും. നമ്മൾ കേട്ടതല്ലേ, 10 മിനിറ്റ് 10 ദിവസം, ഇപ്പോഴത്തെ 1 മാസം തികയാൻ പോകുന്നു. മുനമ്പം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അലർജി ആയിട്ട് മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ. എന്തി അദ്ദേഹം കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ഇതുവരെ ഒഴിയാത്തത്? മോടി പിടിപ്പിക്കലാണോ അതോ അറ്റകുറ്റപ്പണിയാണോ? ക്ലഫ് ഹൗസ് മുഴുവൻ മോടി പിടിപ്പിച്ച് കോടികൾ മുടക്കുമ്പോൾ അത് വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളാക്കില്ല. കാരണം VD സതീശന് വേണ്ടിയിട്ടല്ലേ അത് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പറയുന്നതൊന്ന്, പ്രവൃത്തി ഒന്ന്. കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധവളപത്രത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടു. നമ്മുടെ മുന്നിൽ നീതി ആയോഗിന്റെ കണക്കുള്ളപ്പോൾ UDFന് എന്ത് നീതി ആയോഗ്? നുണ പറയാൻ, ആ നുണ കൃത്യമായി പ്രചരിപ്പിക്കാൻ ഇവർ ഒരു വസ്തുതാപരമായിട്ടുള്ള കണക്ക് നോക്കുന്നില്ല. ഇന്ന് തന്നെ ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഇന്നൊരു പരാതി എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്ത ആ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ CPM എതിർക്കുന്നു. CPMകാരായ വനിതകൾ പണം കൊടുത്ത് യാത്ര ചെയ്യും എന്നെല്ലാം ഗോവിന്ദൻ മാഷ് പറഞ്ഞതായിട്ട് കോൺഗ്രസിന്റെ പ്രൊഫൈലിൽ വലിയ പ്രചരണം. അതായത് എത്ര പച്ചയായ കള്ളമാണ് കോൺഗ്രസ് നിരന്തരം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരംഭിച്ച പ്രചരണം ഇപ്പോഴും തുടരുകയാണ്. അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നിരന്തരമായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തു നുണയും പറയാം, പറഞ്ഞ വാക്ക് അങ്ങനെ മാറ്റി പറയാം. ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ എന്ന് ശ്രീ K മുരളീധരൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ ഗവൺമെന്റ് മാറിയത് ആനയെ അറിഞ്ഞില്ല, കാട്ടാനെ അറിഞ്ഞില്ല എന്ന്
വനം വകുപ്പ് മന്ത്രി പറഞ്ഞൊക്കെ നമ്മൾ കേട്ടില്ലേ? ഇതുപോലെയുള്ള മന്ത്രിമാർ നിരവധി, ഓരോ മന്ത്രിമാരുടെ പ്രസ്താവന എടുത്താൽ ഈ ചർച്ചയൊന്നും ഇപ്പൊ തീരില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ എത്ര നുണ പ്രചരിപ്പിച്ചാലും ജീവനക്കാരെ നെഞ്ചോട് ചേർത്ത ഗവൺമെന്റാണിത്. ഇപ്പോൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചോദിച്ചു. NGO അസോസിയേഷന്റെ കത്തിനെ തുടർന്ന് മാറ്റുന്നു. നമ്മൾ കണ്ടില്ലേ ഉത്തരവില്? കോടതി എടുത്തത് തോട്ടിക്കളഞ്ഞില്ലേ? എത്രയോ കേസുകളിൽ ട്രൈബ്യൂണൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഹൈക്കോടതിയും ഇടപെട്ടു. ട്രാൻസ്ഫറിനൊക്കെ ഒരു മര്യാദയില്ലേ? ഇവിടെ കോടികൾ ലക്ഷങ്ങൾ മേടിച്ച് ട്രാൻസ്ഫർ തട്ടിപ്പ് നടത്തിയ സാഹചര്യത്തിലാണ് എല്ലാം ഓൺലൈനിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാക്കിയത്. 10 കൊല്ലം ഭരിക്കുമ്പോൾ LDF സർക്കാരിന് ഈ രംഗത്ത് എത്രയോ ട്രാൻസ്ഫർ നടത്താമായിരുന്നു. പക്ഷെ എല്ലാം ഒരു രാഷ്ട്രീയ പരിഗണനയും കൊടുക്കാതെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാക്കിയ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്, പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്ര NGO അസോസിയേഷന്റെ കത്തിന്റെ പുറകിൽ ട്രാൻസ്ഫർ, തിരുവനന്തപുരത്തുള്ളവരെ നേരെ വയനാട്ടിലേക്ക്, കാസർഗോഡുള്ളവരെ നേരെ കൊല്ലത്തേക്ക്, വൈരാഗ്യം തീർക്കുന്ന ട്രാൻസ്ഫർ വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഇപ്പോൾ റിട്ടയർ ആകുന്ന പ്രായത്തിൽ അവസാനത്തെ 1 കൊല്ലം 2 കൊല്ലം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് വിവിധ വകുപ്പുകളിൽ. നിയമപരമായിട്ടുള്ള ആ ശുപാർശകൾ, വകുപ്പുകൾ എല്ലാം കാറ്റിൽ പറത്തി അട്ടിമറിച്ച് കള്ളപ്പരാതികൾ എഴുതിയുണ്ടാക്കി വരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ 1 മാസം തികയുന്നതിന് മുമ്പ് എല്ലാ മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രക്രിയക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും, അതിശക്തമായിട്ടുള്ള പ്രതികരണമുണ്ടാകും, അതിശക്തമായിട്ടുള്ള പ്രതിരോധമുണ്ടാകും. കോടതികൾ ഇടപെട്ടു പല ഘട്ടത്തിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഹണിമൂൺ കാലത്ത് തന്നെ അളിയനെയും കൊണ്ടുപോയ ആ അളിയനെ കൈവിടേണ്ടി വന്നില്ലേ? രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ? ഇപ്പോൾ സർക്കാർ അഭിഭാഷകരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഭാഷം അഭിഭാഷകനെ വാദിഭാഗം അഭിഭാഷകനാക്കി മാറ്റുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ഇങ്ങ് വന്നാൽ കൂടുതൽ നല്ലത് വരും എന്നൊക്കെ പറഞ്ഞ മന്ത്രിയുടെ എക്സ്പ്ലനേഷൻ, അതെല്ലാം കൃത്യമായി മുഖ്യമന്ത്രിക്ക് വിട്ടതാണ് എന്നുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഓരോ രംഗത്തും വച്ചകാല് പിറകോട്ട് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം UDF-ന് വരികയാണ്, മന്ത്രിമാർക്ക് വരികയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ലീഗിന് മിണ്ടാട്ടമില്ല. പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലീഗിന്റെ മന്ത്രിമാർ പറയുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. സർവകലാശാല വൈസ് ചാൻസലർമാരായിട്ട് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റുന്നു, ലീഗിന് മറുപടിയില്ല. 19 സെനറ്റ് അംഗങ്ങളെ RSSകാരെ തിരികെ കയറ്റുന്നു, ലീഗിന് മറുപടിയില്ല. അതുപോലെ തന്നെ മോഹൻ ഭഗവത്തിന്റെ യോഗത്തിൽ മുൻനിരയിൽ പോയി അച്ചടക്കത്തോടെ VC-മാർ ഇരിക്കുമ്പോഴും ലീഗിന്റെ മന്ത്രിക്ക് ആ വിഷയത്തിൽ മാത്രം കമന്റ് ഇല്ല എന്ന് പറയുന്ന വളരെ ലജ്ജിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്.